നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ പ്രോജക്റ്റുകളുടെയും എല്ലാം ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഇതെല്ലാം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി 2009 രൂപം കൊള്ളുന്നത്. ഇവർ പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാം പ്രൊജക്റ്റുകൾ, നഗരസഭയുടെ എല്ലാം പ്രൊജക്റ്റുകൾ ഇതെല്ലാമാണ് ചെയ്യുന്നത്. ഇവരുടെ IPO ഓപ്പൺ ആവുന്നത് നവംബർ 22 26 വരെ നീണ്ടു നിൽക്കും. 650.43 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ ഏകദേശം 572.46 കോടി രൂപയ്ക്കുള്ളതും ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് കമ്പനി സ്വരൂപിക്കുന്നത്. 77.97 കോടി രൂപയാണ് ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത്. അപ്പം നമുക്ക് എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് ഒന്ന് കടക്കാം. വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൽ ഇപ്പോൾ ഈ സ്വേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളും സ്വേജ് സ്കീമുകളും അതുപോലെ തന്നെ കോമൺ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ വാട്ടർ സാനിറ്റേഷൻ സെക്ടർ പ്രോജക്റ്റുകളുണ്ട്. അതിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സും പമ്പിംഗ് സ്റ്റേഷൻസും പൈപ്പ് ലൈൻസും എല്ലാം ഉൾപ്പെടുന്നു. പിന്നെ മിക്കവാറും എല്ലാ പ്രൊജക്റ്റുകളും സീറോ ലിക്വിഡ് ഡിസ്ചാർജ് കോംപ്ലയൻ്റ് ആണ്. അതായത് ഈ ആവശ്യത്തിന് ശേഷം വാട്ടർ അല്ലെങ്കിൽ അതിൻ്റെ ജലം ഹോർട്ടിക്കൾച്ചറിനും വാഷിങ്ങിനും റെഫ്രിജറേഷൻ ഇൻഡസ്ട്രി ഈ മേഖലകളിലെല്ലാം ഉപയോഗിക്കാനായിട്ട്, റീയൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന വിധത്തിലാണ്. ഇത്തരത്തിലുള്ള ജലശുദ്ധീകരണ പദ്ധതികൾക്കും അതുപോലെ തന്നെ വാട്ടർ സാനിറ്റേഷൻ പ്രൊജക്റ്റുകൾക്കും എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എല്ലാം തന്നെ ധനസഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അമൃത് പദ്ധതി ഉണ്ടല്ലോ, അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ നല്ലൊരു ഫണ്ടിങ് കമ്പനിയുടെ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമോമി ഗംഗ എന്നുള്ള നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ എന്നുള്ള പ്രൊജക്റ്റുകൾക്ക് അർബൻ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിലുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് സാനിറ്റേഷൻ പ്രൊജക്റ്റുകൾക്ക് അവരുടെ ഫുൾ ഫണ്ടിങ് ലഭിക്കുന്നുണ്ട്. പിന്നെ ജൽ ജീവൻ മിഷൻ്റെ അതും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. അവരുടെയും റൂറൽ ഏരിയയിലുള്ള പ്രവർത്തനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഫണ്ട് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രാമീണ തലത്തിലും അർബൻ ഏരിയകളിലും ടൗൺഷിപ്പുകളിലും എല്ലാം തന്നെ നടത്തുന്ന ഇത്തരത്തിലുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റുകളും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റുകൾക്കും എല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ നല്ല പങ്കാളിത്തം ഈ കാര്യത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എൻവിറോ ഇൻഫ്ര എന്നുള്ള ഈ കമ്പനിയുടെ കഴിഞ്ഞ 7 വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 28ഓളം വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളും വാട്ടർ സാനിറ്റേഷൻ സെക്ടർ പ്രൊജക്റ്റുകളും കമ്പനി വിജയകരമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ 22 എണ്ണത്തിൻ്റെയെങ്കിലും കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ്. 10 മില്യൺ ലിറ്റർ പെർ ഡേ കൂടുതൽ വരുന്ന കപ്പാസിറ്റിയിലാണ് അവരുടെ മിക്കവാറും 22ഓളം പ്രൊജക്റ്റുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വർഷം കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 1906.28 കോടി രൂപയ്ക്കുള്ളതാണ്. അതായത് പുതിയ ഓർഡറുകൾ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. 180ഓളം എഞ്ചിനീയർമാരുടെ ഒരു വലിയ ടീം തന്നെ കമ്പനിക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തേർഡ് പാർട്ടി കൺസൾട്ടൻസും ഈ കംപ്ലയൻസ് വർക്കുകളും വർക്കിൻ്റെ ക്വാളിറ്റി എല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പനി കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു സ്വന്തമായിട്ടൊരു സിവിൽ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ അതിനുള്ളൊരു ടീമും കമ്പനി സജീവമായിട്ട് നിലനിർത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവരുടെ പേറോളിൽ ഇപ്പോൾ ഒരു 1000ഓളം എംപ്ലോയീസ് ഉണ്ട്. അവരെ കൂടാതെ ഓരോ വർക്കിനും ഹയർ ചെയ്യുന്ന എത്രയോ ജീവനക്കാർ അതിൻ്റെ ഒപ്പമുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, വേസ്റ്റ് ടു എനർജി എന്നുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ. അത് വേസ്റ്റിൽ നിന്ന് എനർജിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
പ്രൊജക്റ്റുകളിൽ വളരെ സജീവമാണ് എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി. അവർ അതിനുവേണ്ടി മറ്റൊരു പ്രധാന കാര്യം ചെയ്യുന്നത് സോളാർ പവർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോളാർ പവർ ജനറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന വൈദ്യുതി പവർ ഗ്രിഡിലേക്ക്, അതായത് പൊതു സരണിയിലേക്ക് നൽകുക എന്നുള്ള കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യം നോക്കാം. സഞ്ജയ് ജെയിൻ ആണ് കമ്പനിയുടെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെയാണ് ഈ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ കൂടാതെ മനീഷ് ജെയിൻ ഉണ്ട്, ഋതു ജെയിൻ ഉണ്ട്, ഷാജി ജെയിൻ ഉണ്ട്. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈകളിലാണ് 93.66% ഓഹരികളും ഇഷ്യൂവിന് മുമ്പ്. ഇനി മറ്റ് പ്രധാന പോയിന്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ EPS 6ആണ്. അതുപോലെ പി റേഷ്യോ 24.68, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 37.83%, NAV 21.35 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി ഫിനാൻഷ്യൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ട ഒരു ഫിനാൻഷ്യൽ കണക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 2023 341.66 കോടി രൂപയാണ് ഇതിൻ്റെ റവന്യൂ എങ്കിൽ അടുത്ത വർഷമായപ്പോൾ അത് 738 എന്ന ലെവലിലേക്ക് കുതിച്ചുയർന്നിട്ടുണ്ട്. ഇനി നെറ്റ് ഇൻകത്തിലാണെങ്കിലും അതുപോലെ തന്നെ 54.98 കോടി രൂപയായിരുന്നു 23-ലെങ്കിൽ 24 ആയപ്പോഴത്തേക്കും 110.54 എന്നുള്ള ലെവലിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് റവന്യൂവിൽ ഒരു 116%, നെറ്റ് പ്രോഫിറ്റിൽ 101%, കുതിച്ചുചാട്ടമാണ് കമ്പനി ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് വളരെ ആശ്ചര്യജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇവർ റേസ് ചെയ്യുന്ന ഫണ്ട് എന്തിന് വിനിയോഗിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് ഒരു 181 കോടി രൂപ അവർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒരു 30 കോടി രൂപ അവരുടെ ഉത്തർപ്രദേശിലുള്ള ഒരു സബ്സിഡിയറി കമ്പനിയുണ്ട്, EIEL അല്ലെങ്കിൽ എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് മധുര എന്നുള്ള പേരിലുള്ള ഒരു സബ്സിഡിയറി കമ്പനിയുണ്ട്. അവരുടെ അവിടെ ഒരു സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. മധുര സുവേജ് സ്കീം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ആവശ്യത്തിലേക്ക് അവരൊരു 30 കോടി രൂപ വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു 100 കോടി രൂപ കടബാധ്യതകളും മറ്റും തീർക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി വിനിയോഗിക്കും. ബാക്കിയുള്ളത് ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ് ഹെം സെക്യൂരിറ്റീസ് ആണ്, അതുപോലെ രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസുമാണ്. ഇനി ലിസ്റ്റഡ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക. EMS ലിമിറ്റഡ്, അതിൻ്റെ പി റേഷ്യോ 25.92 ഇയോൺ എക്സ്ചേഞ്ച് 38.68 പി റേഷ്യോ. വാട്ടക് വാബാഗ് 43.9 പിന്നെ വിഷ്ണു പ്രകാശ് പുങ്കലിയ അവരുടെ 25.31 പി റേഷ്യോ. ഇനി എൻവിറോ ഇൻഫ്രയുടെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ IPO ഓപ്പൺ ആയിരിക്കുന്നത് നവംബർ 22 മുതൽ 26 വരെയാണ്. പ്രൈസ് ബാൻഡ് 140 രൂപ മുതൽ 148 രൂപ വരെയാണ്. ഇതിൽ ഇവരുടെ എംപ്ലോയീസിന് 13 രൂപ ഒരു ഓഹരിയിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ അത്. ഫ്രഷ് ഓഹരികൾ 572.46 കോടി രൂപയ്ക്കുള്ളൂ. ഓഫർ ഫോർ സെയിൽ 77.97 കോടി രൂപയ്ക്കുള്ളതുമാണ്. അപ്പോൾ ടോട്ടൽ 650.43 കോടി രൂപയ്ക്കുള്ളതാണ് ഈ IPO. ഇതിൻ്റെ മിനിമം ലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് 101 ഓഹരികളാണ് ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഓഹരിക്ക്. ഇനി 35% ഓഹരികളും റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. HNIസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ് കൊടുക്കുന്നത്. 35% റീറ്റെയിലേഴ്സിനുള്ളത്. ഇത് നവംബർ 27 ആയിരിക്കും അതിൻ്റെ അലോക്കേഷൻ വരിക എന്നാണ് പറയപ്പെടുന്നത്. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. അത് നവംബർ 29 ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇനി ഇഷ്യൂയെ കുറിച്ച് പറയാൻ 140 രൂപ മുതൽ 148 രൂപ വരെയുള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ വർഷത്തെ ഏണിങ്സ് ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷെയറാണ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇവർക്ക് ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് വളരെ മികച്ച ഒരു കമ്പനിയാണ്. ഇതിൻ്റെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെ മികച്ചു നിൽക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ ഓർഡർ ബുക്ക് കമ്പനിക്കുള്ളത് തന്നെ വളരെ മികച്ചതാണ്. 1906 കോടി രൂപയിലധികമാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് വളരെ
മികച്ച ഒരു ഫ്യൂച്ചറുള്ള ഒരു കമ്പനി തന്നെയാണ്. അതായത് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരുകളും എന്തിനെ ലോക്കൽ ബോഡീസ് വരെയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ട ജല മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അമൃത് പദ്ധതിയായിട്ടും നമാമി ഗംഗയായിട്ടും ജൽ മിഷനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് നല്ല ഫണ്ടിങ്ങും അവർക്ക് ഗവൺമെൻറ്റിൻ്റേതായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഇത് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് ഇഷ്യൂ കഴിയുമ്പോൾ ഏകദേശം 2600 കോടിയുടെ അടുത്തായിരിക്കും ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം.